അമ്മടോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആര്? ആര്? അമ്മയാ? അമ്മയാ? അമ്മയാണോ? നിന്റെ ബോയ് ഫ്രണ്ട് ആരാ? ഇങ്ങോട്ടേക്കൊക്കെ അമ്മടോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കഴിക്കാറൊന്നുമില്ല, പക്ഷെ ഒരു വർക്കിന് ആവശ്യമുണ്ട്. പക്ഷെ കഴിച്ചു നോക്കാം. കുറച്ച് ഉപ്പൊക്കെ ഉള്ളത് നോക്കിയിട്ട് നടക്കുന്നില്ല. വാ വാ കഞ്ചി പിടി പിടി. ഇത് തൂങ്ങോന്നറിയില്ല, എന്നാലും എടുക്കാം. അമ്പിടു അമ്പിടു അവിടെ അച്ഛനൊക്കെ അത് കഞ്ചി കിട്ടി വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ നാട്ടിൽ ഇതിന് നിലക്കടല എന്നൊക്കെ പറയും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതാ ഒരു വലിയതും ഒരൊറ്റൊരു കടല മാത്രം വരുന്നതായിട്ടുള്ള ഒരു ഷെല്ലും കൂടി എടുത്തിട്ടുണ്ട്. അതിതാ ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള റൈറ്റാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എനിക്കിത് കണ്ടപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടാട്ടോ ഞാൻ മെനക്കെട്ടി ഈ സാധനം പോയി വാങ്ങിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്, അത് 2 കുഞ്ഞ് പീസാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ആ ഒരു തൊണ്ടിലേക്ക് കയറ്റാൻ പറ്റുന്നതാണ് വിചാരിച്ചത്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുകളിലത്തെ ആ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കടലേൻ്റെ ഷെല്ല് മാറാണ്ട് ഞാനൊന്ന് അത് അടിയിൽ നിന്ന് ഒന്ന് പൊട്ടിച്ചെടുത്തു. ഏറ്റവും ലോങ് ആയിട്ടുള്ള ആ ഒരു കമ്പി മുകളിലേക്കായിട്ടൊന്ന് ഇറക്കി കൊടുത്തു. ആ ഭാഗം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കരുത് കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കണം. താഴത്തെ വശം മാത്രം ഇതുപോലെ നമ്മളൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം, മുകളിലത്തെ ആ ഒരു പോർഷൻ കമ്പി അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കരുത്. അതൊരിക്കലും ഫിക്സ് ചെയ്യരുത്. നല്ല നല്ല മൂവ്മെൻറ്റോടെ ഇരിക്കുന്നതായിരിക്കണം കേട്ടോ. താഴത്തെ ആ ഒരു പോർഷൻ മാത്രം ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള തുറന്നിരിക്കുന്ന ഭാഗം കൂടി ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് മുകളിലേക്കായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഹെയറിൻ്റെ പോർഷനിൽ ബ്ലാക്ക് കളറ് മാർക്കർ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബോഡി, ഒരു സ്ട്രക്ചറാണ്, ഒരു ഷേപ്പാണ് ഒരാളത് നല്ലൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാരക്ടറാണ്, അത് ഒരാളെന്നൊന്നല്ല, ഒരു ഡോള് പോലത്തെ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് മുടിയുടെ പോർഷൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 2 കുഞ്ഞൻ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ണ് വെക്കേണ്ടതായിട്ടുള്ള ഒരു രീതി കിട്ടാൻ വേണ്ടിയിട്ടോ. കാരണം ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വലിയ കണ്ണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഉണ്ട കണ്ണാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ 2 വലിയ കണ്ണ് നമ്മൾ ആ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ടാപ്പിൽ ചെയ്യുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കാര്യമൊന്നും ആവശ്യമില്ല. അതന്നെ ഇതാ ഇതുപോലെ ഫിക്സ് ചെയ്ത് കിട്ടും. പിന്നെ മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ഉള്ള ബ്ലാക്ക് കളറും കൂടി ഒന്ന് വരച്ച് കൊടുത്തു. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഫീൽ വന്നു. നിങ്ങൾക്ക് ഇത് പേടിയാവുകയാണോ ചെയ്തത്? എൻ്റെ മോൾക്ക് ശരിക്കും പേടിയാവട്ടോ ചെയ്തത്. അവൾ കോക്കായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കമ്പീൻ്റെ ഭയങ്കര ആ ഒരു സിൽവർ കളറായതുകൊണ്ട് തന്നെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബ്ലാക്ക് കളർ അടിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ള കടലയുണ്ടല്ലോ, അതുതന്നെയാണ് അതിൻ്റെ കാലിൻ്റെ പോർഷനിൽ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് അനങ്ങി വീടിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാം കൊണ്ട് നമുക്ക് പെയിൻ്റ് എടുത്ത് അടിക്കണം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. ഇനി ബ്ലൂ കളറാണ് ഞാൻ ബോഡിക്ക് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ അതിൻ്റെ ഷൂവിൻ്റെ പോർഷനിൽ ബ്ലാക്ക് കളറും കൂടെ കൊണ്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യില്ലേ?
ഭയങ്കര ചിരി ഫീൽ ചെയ്യില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. എന്തായാലും കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവരെന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നോക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ഷൂവിൻ്റെ പോർഷനിലും കൂടെ ഒന്ന് ബ്ലാക്ക് കളർ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരൊറ്റ വശം മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും നമ്മൾ മാർക്കർ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തു. അപ്പോൾ സെറ്റായിട്ട് തന്നെ കിട്ടി. ഇതാണ് നമ്മുടെ രൂപം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ആണ്. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു രൂപത്തിനേക്കാൾ ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഐറ്റം. അപ്പോൾ ഇതാ തൂങ്ങി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കാല് താഴെ മുട്ടരുത്, അതാണ് അളവ്. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്കാണ്ടേ, എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. കൈ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കരുതെന്ന് പറയാനുണ്ടായ കാരണം മനസ്സിലായോ? അതിങ്ങനെ മൂവ് ചെയ്യേണ്ടതാണ്. ആ ഗ്ലാസ് ഒന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ ആ ഒരു സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ സംഭവം നല്ല തുള്ളി കളിക്കുന്ന ഒരു കുഞ്ഞു പുഴുവിനെ കിട്ടും. ആ ഒരു ജിമ്മായിട്ടുള്ള ഒരാളാണ് കേട്ടോ, ഭയങ്കര വർക്കൗട്ടിലാണ് ആള്. എന്തായാലും നല്ല രസമില്ലേ, തുള്ളുന്നു, തിരിയുന്നു, മറിയുന്നു, തലകുത്തി നിൽക്കുന്നു. ആഹാ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വിടുന്നു, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അമ്പടും അതൊന്ന് ഒന്ന് കോക്കായി ഒന്നല്ല അതെന്ന് അതെന്നാണ് അവിടെ ഇങ്ങോട്ടൊക്കെ